വയനാട് പഞ്ചാരക്കൊല്ലിയിൽ തോട്ടം തൊഴിലാളിയായ രാധയെ കടിച്ചു കൊന്ന നരഭോജി കടുവയ്ക്കായി കഴിഞ്ഞ 2-3 ദിവസമായി വനം വകുപ്പും RRT സംഘവും ഒക്കെ വലിയ തെരച്ചിൽ നടത്തുകയായിരുന്നു. ആ തീവ്ര ശ്രമത്തിനിടയിലാണ് ഇന്ന് പുലർച്ചെ ആ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഒരു പ്രദേശവാസിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് മരണകാരണം? ഇനി ആരെങ്കിലും വെടിവെച്ച് കൊന്നതാണോ, വെടിയേറ്റ് മരിച്ചതാണോ, ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന തരത്തിലുള്ള പല ദുരൂഹതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അത് മറ്റ് കടുവകളുമായി അടികൂടിയതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയാണ് മരണകാരണം സംഭവിച്ചത് എന്നൊക്കെയാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലും തന്നെയാണ്. അവർ രാധ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ അവരുടെ ഏക ആവശ്യം എന്ന് പറയുന്നത് നരഭോജി കടുവയെ പിടിക്കുകയല്ല വേണ്ടത്, വെടിവെച്ച് കൊല്ലണം എന്നതായിരുന്നു. എന്തായാലും ആ കടുവ ചത്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമുക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ? ഇതുപോലെയുള്ള ഒരുപാട് കടുവകൾ ഇനിയും കാടിറങ്ങി വരുന്നുണ്ടാകും. ഇന്ന് തന്നെ വയനാട്ടിൽ മറ്റൊരിടത്ത് മുട്ടിൽ മലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലിയുടെ ആക്രമണത്തിൽ ഒരു യുവാവിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പലയിടത്തും ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഭീതിയും വിതയ്ക്കുന്നുണ്ട്. അപ്പോൾ വന്യജീവി ആക്രമണം തടയാൻ എന്താണ് ഒരു പരിഹാരം? ശാശ്വതമായി, അതായത് കാലങ്ങളോളം പേടിയില്ലാതെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? അതിന് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പരിശോധിക്കാൻ പോകുന്നത്. അജിൻസ, കാട്ടിനുള്ളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുന്നതാണ്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് വന്യമൃഗങ്ങൾ നാടിറങ്ങുന്നതിന് കാരണമെന്ന് പ്രധാനമായ ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. അപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയാൽ ഉടനെ വെടിവെച്ച് കൊല്ലുക, അങ്ങനെ ഒരു നിയമം വേണമെന്ന അഭിപ്രായമാണുള്ളത്. ഇത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇപ്പോൾ ഈ വയനാട് ടൈഗർ സാങ്ച്വറി, വയനാട് കടുവാ സങ്കേതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയയിൽപ്പെട്ട സ്ഥലമാണ്. വയനാട് ജില്ലയുടെ ചെറിയൊരു ഏരിയയിൽപ്പെട്ട സ്ഥലം മാത്രമാണ്. വയനാട് ജില്ലയുടെ ഒരു പ്രത്യേകത, ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളതോടൊപ്പം തന്നെ അവിടെ മനുഷ്യർ താമസിക്കുന്നു എന്നുള്ളതാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം അതെല്ലാം ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി, വനമേഖലയോട് ചേർന്ന് ആളുകൾ താമസിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ തൊട്ടപ്പുറം ബന്ദിപ്പൂർ വനമാണ്. ഈ ബന്ദിപ്പൂർ വനത്തിലും ധാരാളം കടുവകളുണ്ട്. കടുവയ്ക്ക് പിന്നെ ഈ സാങ്ച്വറിയിൽ നിന്ന് ആ സാങ്ച്വറിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല. അവരെന്ത് ചെയ്യും? 2 സ്റ്റേറ്റുകൾ പരസ്പരം ക്രോസ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കും. ഇഷ്ടംപോലെ ആനയുണ്ട്. അപ്പോൾ വയനാട്ടിൽ എത്ര കടുവയുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് ഇടുമ്പോഴേ ആയിരിക്കില്ല നാളെയാണ്. നാളെ ചിലപ്പോൾ ബന്ദിപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് കട വന്നിട്ടുണ്ടാവും, ഇവിടുന്ന് കട അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതൊക്കെ സാധ്യമാവുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 33% വനമാണ്. അത് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള വനഭൂമിയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഏറ്റവും ദുർലഭമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് കേരളത്തിൽ. കാരണം അത്ര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. അവിടെ 33% ഭൂപ്രദേശവും വനമാണ്. അപ്പോൾ ഈ 33% ഭൂപ്രദേശം വനമായിരിക്കെ അവിടെയുള്ള എത്ര കാട്ടാനകളുണ്ട്, എത്ര കടുവകളുണ്ട്, പുലികളുണ്ട്, കരടിയുണ്ട്, കാട്ടുപോത്തുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. മനുഷ്യൻ ആദിമ കാലം മുതൽ തന്നെ മനുഷ്യൻ ജീവിച്ചു വരുന്നതിനാണ് വേട്ടയാടിയാണ്. മനുഷ്യൻ്റെ ആദ്യത്തെ തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടലാണ്. വേട്ടയാടി ആണ് ഭക്ഷണം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. 1971-72 വന്ന ഈ വനം വന്യജീവി നിയമം വേട്ട നിരോധിച്ചു. വേട്ട നിരോധിച്ചുകൊണ്ട് എന്താ സംഭവിക്കുക? വേട്ടയാടി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്മാരുണ്ട്. ഉദാഹരണത്തിന് ആദിവാസികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം വേട്ടയാടലിലൂടെയാണ് അവർ കണ്ടെത്തുക. തേനെടുത്തും കായ്കനികൾ പറിച്ചും വേട്ടയാടിയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവർ ഈ വേട്ട നിയമവിരുദ്ധമാക്കുന്നതോടെ അവർ എന്ത് ചെയ്തു? മറ്റു ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകും. നിയമവിരുദ്ധമാക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഒരു വേട്ട എന്ന് പറയുന്ന ഒരു നോബൽ ഗെയിമായിരുന്നു ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ പ്രധാനപ്പെട്ട മൃഗയാ വിനോദം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. മൃഗയാ വിനോദമാണ് അവരുടെ ഒരു റോയൽ ഗെയിമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മുഗൾ ചക്രവർത്തിമാർ, അക്ബർ ആകട്ടെ, ഷാജഹാൻ ആകട്ടെ, ഇവരൊക്കെ വേട്ടയാടാൻ വേണ്ടി തന്നെ പോകും. സഫാരി അവർ മാത്രമല്ല, എല്ലാ നാട്ടുരാജാക്കന്മാരും പ്രധാനമായും ഈ രാജസ്ഥാനിലൊക്കെ വലിയ വേട്ടകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേട്ടയാടി ഒരു വിനോദം എന്ന നിലയിൽ, അത് തിന്നാൻ വേണ്ടിയല്ല, വേട്ടയാടി തിന്നുകയല്ല ഇന്ന്. പിന്നെ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി 71 നിയമം കൊണ്ടുവരുന്നവരെ നമുക്ക് അത്ഭുതം തോന്നും. കടുവാ വേട്ടയ്ക്ക് വേണ്ടി ടൂറിസം പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ. കടുവാ വേട്ടയ്ക്ക് വേണ്ടി ഫോറിനേഴ്സ് വരും, ഹണ്ടേഴ്സ് വരും. അവർക്ക് നിശ്ചിതകാലത്തേക്ക് ഹണ്ട് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുക, അവർ ഹണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ബംഗാൾ കടുവയുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞുപോയി. അങ്ങനെ കുറഞ്ഞപ്പോഴാണ് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, ഈ വേട്ടയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നത്. ആ നിയമം വന്നതിന് ശേഷം പ്രൊജക്ട് ടൈഗർ എന്ന പേരിലൊരു കടുവ സംരക്ഷണ പദ്ധതി തന്നെ പ്രഖ്യാപിച്ചിരുന്നു UN-ൻ്റെ സഹായത്തോടുകൂടി. ആ പ്രൊജക്ട് ടൈഗറിൻ്റെ ഫലമായിട്ട് തന്നെ വലിയ തോതിൽ കടുവയുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അങ്ങനെ കടുവയുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ള 2 സംസ്ഥാനങ്ങളാണ് കർണാടകവും കേരളവും. ഈ പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായി കേരളത്തിൽ തന്നെ ഈ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലാതെ പെരിയാറിലൊരു കടുവ റിസർവ് ഉണ്ട്. അപ്പോൾ ഈ പറമ്പിക്കുളത്തുണ്ട് കടുവ. അങ്ങനെ പല സ്ഥലത്തും കടുവകളുണ്ട്.
അപ്പോൾ നമ്മൾ ഒരു വശത്ത് വേട്ട നിരോധിക്കുന്നു, മറുവശത്ത് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി കോടികളുടെ പദ്ധതികൾ നടപ്പാക്കുന്നു, അവിടെ പ്രചരണം ഉറപ്പുവരുന്നു, അവിടെ എണ്ണം കൂടുന്നു. ഇത് ശാസ്ത്രീയമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കാരണം, ഒരു വനത്തിൽ അതിൻ്റെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവുമല്ലോ. ഒരു വനത്തിൽ പുല്ലുണ്ട്, നല്ല പുല്ലുണ്ട്, അവിടെ മാനുണ്ട്, അവിടെ കടുവയുണ്ട്. മാൻ പുല്ല് തിന്നുന്നു, മാനിനെ കടുവ തിന്നുന്നു. ഈ 3 ഘടകങ്ങളിൽ പുല്ല്, മാൻ, കടുവ, ഇതിൻ്റെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർധന, ഏതെങ്കിലും ഒന്നിൻ്റെ എണ്ണത്തിൽ കൂടുതൽ വർധന ഉണ്ടായാൽ അതിൻ്റെ എക്കോസിസ്റ്റം താളം തെറ്റാണ്. കടുവയുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള മാൻ ഉണ്ടാവില്ല, പുല്ല് കിട്ടാതായ മാനിന് കഴിക്കാൻ ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു താളത്തിൽ ഒരു റിഥം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഈ എക്കോസിസ്റ്റത്തിൽ നിലനിർത്താനുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ്. ആ ഇടപെടലിനാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഹണ്ടിങ് കാലാകാലങ്ങളായി ഇത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ആൾക്കാർ വിനോദത്തിന് വേണ്ടി വന്ന് ഈ മൃഗങ്ങൾ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, അവയുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഹണ്ട് ചെയ്തിട്ടാണ് അങ്ങനെ മറ്റേതെങ്കിലും രീതിയിലായിട്ട് അങ്ങനെ ലോകത്ത് ഹണ്ടിങ് നിയമവിരുദ്ധമാക്കിയിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. 1. 2, ലോകത്തുള്ള എല്ലാ വികസിത രാജ്യങ്ങളിലും അവരുടെ എക്കോസിസ്റ്റം നിലനിർത്താൻ വേണ്ടി അവർ ചില സീസണുകളിൽ ഹണ്ടിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഈ ഹണ്ടിങ് ലൈസൻസ് കൊടുക്കുന്നത് ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യർ അവർക്കാണ് കൂടുതൽ ലൈസൻസ് കൊടുക്കുക. അങ്ങനെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹണ്ട് ചെയ്തിട്ട് ആ മൃഗങ്ങളെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ കങ്കാരു ആവട്ടെ, മാനാവട്ടെ. ഇപ്പോൾ കാനഡയിലൊക്കെ ഡിയർ, ഈ മാനിനെ, ആൻറ്റലോപ്പ് പോലുള്ള മാനുകളെയൊക്കെ വെടിവെക്കാൻ അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, അത് എക്കോസിസ്റ്റത്തെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ അനിമൽ ഹ്യൂമൻ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രകൃതി, അതെന്ന് പറയുന്നത് അത് വേട്ടയിലൂടെ സാധ്യമാകും. അതിൻ്റെ കാരണം, മൃഗങ്ങൾ മനുഷ്യരെ കണ്ടാൽ ആക്രമിക്കും, കാട്ടാന കണ്ടാൽ ചവിട്ടി കൊല്ലും, കടുവ കണ്ടാൽ പിടിച്ചുകൊണ്ടുപോയി തിന്നും, പുലി കണ്ടാൽ ആക്രമിക്കും, കരടി നമ്മൾ ആക്രമിക്കും, ഇതെല്ലാം ആക്രമിക്കും. ഈ ആക്രമണം കേരളത്തിൽ ഇപ്പോൾ എല്ലായിടും നടക്കുന്നുണ്ട്. കാട്ടാന മനുഷ്യർ ചവിട്ടി കൊല്ലുന്നു, പുലി പിടിക്കുന്നു, കടുവ പിടിച്ചുകൊണ്ട് പോകുന്നു, തിരിച്ചാക്രമിക്കുന്നില്ല. ഈ ആക്രമണം ഏകപക്ഷീയമാണ്. തിരിച്ചാക്രമിക്കുന്നില്ല പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, തിരിച്ച് ഹണ്ടിങ് കൂടി വേണം. അപ്പോഴാണ് അവിടെ ഒരു കോ എക്സിസ്റ്റൻസ് വരിക. ഒരു എക്കോസിസ്റ്റത്തിലെ കോ എക്സിസ്റ്റൻസ് വരുന്നത് എങ്ങനെയാണ്? അതായത് മാൻ പുല്ല് തിന്നുമ്പോഴും മാനിനെ കടുവ തിന്നുമ്പോഴും അതൊരു ചാക്രിക വ്യവസ്ഥയുണ്ട്. ഇവിടെ എന്താണ്, ഈ ചക്രം മുറിഞ്ഞു പോകുന്ന എവിടെയാണ്? ഈ മൃഗങ്ങളെല്ലാം മനുഷ്യരെ ആക്രമിക്കുന്നുണ്ട്, മനുഷ്യൻ തിരിച്ചൊന്നിനെയും ആക്രമിക്കുന്നില്ല. അപ്പോൾ അവിടെ കോ എക്സിസ്റ്റൻസ് സാധ്യമല്ല. അവിടെ ഒരു ചാക്രിക വ്യവസ്ഥയില്ല. ഇത് ഞാൻ വലിയ ഫിലോസഫി പറയുന്നതല്ല, ഇത് അങ്ങനെയാണ് നടക്കുക. അപ്പോൾ ഇത് സയൻറ്റിഫിക് ആയിട്ട് കാരണങ്ങളാൽ തന്നെ വേട്ട, നിയന്ത്രണ വിധേയമായ വേട്ട അനുവദിക്കപ്പെടേണ്ടതാണ്. അത് ഈ മൃഗങ്ങളുടെ എണ്ണം കൂടുതൽ ആ പ്രകൃതിയുടെ താളം തെറ്റിക്കാതിരിക്കാൻ അനിവാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വന്യസമ്പത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഫുഡ് സോഴ്സായി കാണുന്ന മനുഷ്യരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം കാട്ടുപന്നി, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടാണ്, ഒരു കാട്ടുപന്നി ചാവോ എവിടെ വയ്ക്കുമോ എന്തോ ചെയ്ത് കൊന്നു, അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അത് അവിടെ നിന്ന് മാന്തിയെടുത്ത് ഒരാളെ ഇറച്ചിയാക്കി കറി വയ്ക്കുകയോ വിൽക്കുകയോ എന്തോ ചെയ്തു. അയാളെ ഫോറസ്റ്റുകാരെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തൊരു വാർത്ത നമ്മൾ കാണുകയാണ്. അയാൾ എന്താ ചെയ്തത്? അയാളുടെ ഭക്ഷണം കണ്ടെത്തുകയാണ് ചെയ്തത്. ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കാട്ടുപന്നി കുടുങ്ങി കഴിഞ്ഞാൽ അതിനെ കൊന്നിട്ട് ഒന്നുകിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയാലി കുഴിച്ചിടുക. ഇതെന്തൊരു അക്രമമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വനമേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്, അത് ആദിവാസികളാകട്ടെ മലയോര കർഷകരാകട്ടെ, ഈ കാട്ടുപന്നിയെ വെടിവെക്കാമെന്നും അതിനെ കഴിക്കാമെന്നും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഫുഡ് സോഴ്സ് കൂടിയാണത്, അല്ലേ? അത് കഴിക്കുന്ന ആളുടെ സംബന്ധിച്ച് ഒരു ഫുഡ് സോഴ്സാണ്. എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ചത്തുപോകുന്ന കാട്ടുപന്നി പോലും കൊണ്ടുപോയി കത്തിച്ചുകളയാണ് ഫോറസ്റ്റുകാർ ചെയ്യുക. അപ്പം ഇത്തരം അശാസ്ത്രീയവും മനുഷ്യവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഒന്നായി നമ്മുടെ വനം വന്യജീവി നയം മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം. ഒരു കാട്ടാന, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾ ദിവ്യയുടെ വീട് ആക്രമിക്കാൻ വരുവാണ്. നമ്മുടെ ഭരണഘടന നമ്മുടെ വീട് കയറി ഒരാളെ ആക്രമിച്ചാൽ അയാളെ ഡിഫെൻഡ് ചെയ്യാനുള്ള നമുക്ക് റൈറ്റ് തരുന്നുണ്ട്. നമ്മൾ വീട് കയറി ആക്രമിക്കാൻ നമുക്ക് തിരിച്ചാക്രമിക്കാൻ റൈറ്റുണ്ട്. കാട്ടാനാണെങ്കിലോ, ഒരാൾ വന്ന് ആക്രമിച്ചാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്താൽ നമ്മുടെ നിയമം നമ്മളെ സംരക്ഷിക്കുന്നു. ഒരാന വന്ന് നമ്മൾ ആക്രമിക്കുകയാണ്, നമ്മൾ തിരിച്ചാക്രമിച്ചാൽ നമ്മൾ ജയിലിൽ പോയി കാണേണ്ടി വരും. ഇത്രയും മനുഷ്യവിരുദ്ധമായ, ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമം വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ പല കാരണങ്ങളാൽ നിലവിലെ വനം വന്യജീവി നിയമം അശാസ്ത്രീയമാണ്, ജനവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഒരിക്കൽ മുഖ്യമന്ത്രി ഈ കടുവ ഇറങ്ങുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാണ്. മുഖ്യമന്ത്രി പറയാം, ഒരു നരഭോജി കടുവ നാട്ടിലിറങ്ങിയാൽ എന്ത് ചെയ്യണം? ആദ്യം 6 അംഗ കമ്മിറ്റി ഉണ്ടാക്കണം. നമ്മുടെ പ്രോട്ടോക്കോളാണ്, നമ്മുടെ SOP ആണ്, നമ്മളിപ്പോൾ പാലിക്കുന്ന SOP. ആദ്യം കടുവയെ നേരിടാൻ 6 അംഗ കമ്മിറ്റി ഉണ്ടാണ്. അപ്പോൾ അത് മീമാക്കിയിട്ട് ആളുകൾ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്, ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞിട്ട് കടുവ കയ്യിൽ വാച്ച് കെട്ടി ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ട്. അതായത് 6 അംഗ കമ്മിറ്റി കൂടി തീരുമാനിക്കണം കടുവ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്രമാത്രം അശാസ്ത്രീയമായ SOPകൾ, ഇത്രമാത്രം അശാസ്ത്രീയമായ വനം വന്യജീവി നിയമം അത് പൊളിച്ചെഴുതിയേ പറ്റൂ.
മൃഗങ്ങളെ കൊന്നു തീർക്കുക എന്നുള്ളതല്ല, ശാസ്ത്രീയമായ കള്ളിങ് അത് അനിവാര്യമാണ്. അതിപ്പോൾ നമ്മൾ കള പറിക്കുന്ന മാതിരിയാണെങ്കിലും പുല്ല് പറിക്കുന്നത് പോലെയാണെങ്കിലും ഈ മൃഗങ്ങളുടെ എണ്ണം നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അതർവൈസ് കേരളം PV അൻവർ പറഞ്ഞ പോലെ ഒരു തുറന്ന മൃഗശാലയായി മാറുകയായിരിക്കും ഫലം. യെസ് നിഷാദ്, ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു സ്ഥലത്ത് കടുവ ഇറങ്ങും, അല്ലെ പുലി ഇറങ്ങും, അതിനെ പിടിക്കും, വീണ്ടും ഉൾവനത്തിൽ തുറന്നു വിടും, വീണ്ടും അതിറങ്ങും, വീണ്ടും ഉൾവനത്തിൽ തുറന്നു വിടും. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഇതിനെ ഈ വന്യമൃഗ ശല്യത്തിന് കാണാൻ കഴിയുന്നില്ല. അജിംസ് പറഞ്ഞതുപോലെ വേട്ട അനുവദിച്ചാലും അത് ദുരുപയോഗം ചെയ്യാനും ഇടയില്ലേ? അല്ല, വേട്ട അനുവദിക്കുക വെച്ചാൽ പഴയ 72-ന് മുമ്പുള്ള ഒരു സാഹചര്യം പുനഃസൃഷ്ടിക്കുക എന്നുള്ളതല്ല. മറിച്ച് 1972 നിയമം കൊണ്ടുവരുമ്പോൾ കാര്യങ്ങൾ ഭയങ്കര ലൂസായിരുന്നു. അത് നമ്മുടെ വന്യജീവി സമ്പത്തിനെയും വനസമ്പത്തിനെയും എല്ലാം ഇല്ലായ്മ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഗവൺമെൻറ് അന്നത്തെ കർശനമായ നിയമം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും പതിറ്റാണ്ടുകൾ മുന്നോട്ട് വന്നതിന് ശേഷം കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അസമിലോ മഹാരാഷ്ട്രയിലോ ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ആളുകൾ ഹ്യൂമൻ ആൻഡ് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ആഴം എന്തുമാത്രമാണ്, സാഹചര്യങ്ങൾ എന്തുമാത്രം മാറിയിരിക്കുന്നു. അപ്പോൾ 72-ൽ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നിയമം ഉണ്ടാക്കുന്നു. 72 കഴിഞ്ഞ് നമ്മൾ 2025 എത്തുമ്പോൾ ഇന്ന് പുതിയ സാഹചര്യമാണ്. ഈ പുതിയ സാഹചര്യത്തെ നമ്മളങ്ങനെ നിയമങ്ങൾ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് ആലോചിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഭരണകൂടം ചെയ്യുന്നില്ല. അന്നത്തെ സർക്കാരിൻ്റെ മുമ്പിലുള്ള ആവശ്യം അതായിരുന്നു. അന്നത്തെ സർക്കാരിന് മുമ്പിലുള്ള ആവശ്യം വൈൽഡ് ലൈഫ് ഇല്ലാതാക്കപ്പെടുന്നു എന്നതായിരുന്നു പ്രശ്നം. അപ്പോൾ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുന്നതിന് നിയമം കൊണ്ടുവരുന്നു, വ്യവസ്ഥകൾ കൊണ്ടുവരുന്നു. ഇന്നത്തെ പ്രശ്നം അങ്ങനെയല്ല. കേരളത്തിലടക്കം വനസമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വനസമ്പത്ത് കുറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള വനസമ്പത്തുണ്ട് എന്ന് മാത്രവുമല്ല, വലിയ തോതിൽ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അതൊരു പുതിയ സന്ദർഭമാണ്, പുതിയ ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് പുതിയ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്നിരിക്കെ അത് ചെയ്യേണ്ട പരമമായ ബാധ്യത കേന്ദ്ര സർക്കാരിനാണെന്നിരിക്കെ കേന്ദ്ര സർക്കാർ ആ വിഷയം പരിഗണിക്കുന്നതേ ഇല്ല എന്ന് നമ്മൾ കാണണം. രണ്ടാമത്തേത്, ഈ വന്യജീവി പ്രശ്നത്തെ നമ്മുടെ ഭരണകൂടങ്ങൾ, അതിപ്പോൾ കേരളത്തിലെ ഭരണകൂടമായാലും അല്ലെങ്കിൽ ദേശീയ സർക്കാരായാലും അതിനൊപ്പിച്ച് ഇപ്പം അജിംസ് പറഞ്ഞ കള്ളിങ് ഒരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയും. വിദേശ രാജ്യത്ത് പലയിടത്തും ചെയ്യുന്നതാണ്. അത് ഈ മനുഷ്യനും വന്യജീവിനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാവും മാത്രമല്ല, നേരത്തെ പറഞ്ഞുള്ള ഈ എക്കോസിസ്റ്റം മാനേജ് ചെയ്യുന്നതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, ഒപ്പം രോഗം പടരുന്നത് കുറയ്ക്കാൻ വേണ്ടി, പിന്നെ എന്താണ് ഇതിൻ്റെ അകത്തെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയൊക്കെയും ഇതിനെ നമ്പർ കുറയ്ക്കും. അതൊക്കെ കൃത്യമായ പഠനങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവും. എത്ര ക്യാരിയിങ് കപ്പാസിറ്റി എത്രയാണ് ഒരു വനത്തിൻ്റെ, അതിനകത്ത് എത്ര കടുവകൾക്ക് ജീവിക്കാൻ പറ്റും, ഒരു കടുവയ്ക്ക് എത്ര ഏരിയ വേണം, അങ്ങനെ എത്ര കടുവകൾക്ക് ആകെ പറ്റും, എത്ര ആനകൾക്ക് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. കടുവകളുടെ എണ്ണം കൂടുന്നുണ്ടോ, ആനകളുടെ എണ്ണം കൂടുന്നുണ്ടോ എങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അകത്ത് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് അവിടെ വനത്തിനകത്ത് പ്ലാന്റേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയ നേട്ടം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ കൂടി അത് അകത്തെ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് വരാതിരിക്കാൻ ഇപ്പോൾ കള്ളിങ് പലതരത്തിലുള്ള ലോകത്ത് ഭയങ്കരമായ ഡിസ്കഷൻ ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെല്ലാം കൂടെ കൊന്നുതള്ളാമോ, കൊല്ലുമ്പോൾ അത് പ്രകൃതിക്കുണ്ടാക്കുന്ന നഷ്ടം എന്താണ്, അതിൻ്റെ എത്തിക്കൽ ഇഷ്യൂസൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം ചാടിക്കറി ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കൊന്നുതള്ളാനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങൾ എന്തുമാത്രം വൃത്തിയായി ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പ്രശ്നമാണ്, ഒരു നരഭോജി കടുവ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ അതിനെ നരഭോജിയായി പ്രഖ്യാപിക്കാൻ സമയമെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ IPC അനുസരിച്ച് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി കൊല്ലാനുള്ള സാധ്യതയുണ്ട്. കളക്ടർക്ക് ഉത്തരവിട്ട് വേണമെങ്കിൽ ഇതിനെ കൊല്ലാം, മനുഷ്യ ജീവിതത്തിന് തൊട്ടുണ്ടാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കടക്കാതെ നമ്മളിതിനെ മയക്കുവെടി വെച്ചും തുരത്താനും കൂട്ടിലടയ്ക്കാനും ഒക്കെ ശ്രമം നടത്തുകയും നിരന്തരം വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ സമയബന്ധിതമായി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്നുണ്ടോ? രണ്ടാമത്തേത്, ഇത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാധ്യതകൾ കുറയ്ക്കാൻ അകത്ത് എന്തൊക്കെ ശാസ്ത്രീയമായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഫെൻസിങ് ഉണ്ടാക്കേണ്ട സ്ഥലങ്ങളെല്ലാം കൃത്യമായ ഫെൻസിങ് ഉണ്ടാക്കിക്കൊണ്ട് തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം. ഇവിടുത്തെ കേരളത്തിൻ്റെ വനം പ്രദേശത്ത് ഇത്രയധികം കടുവകളുണ്ട്, നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്ഥലം കുറവാണ്, അപ്പോൾ നമുക്ക് കൂടുതലുള്ള സ്ഥലത്തേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ നമ്മളിപ്പം അരിക്കൊമ്പൻ എന്ന് പേരുള്ള ആനയെ മാറ്റിയില്ല, അതിന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാം. അതിന് നമ്മൾ ശാസ്ത്രീയമായ പഠനം നടത്തുകയോ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഈ മൃഗങ്ങളെ മാറ്റാൻ ലഭിക്കുന്നു. അല്ലെങ്കിൽ ഈ സഫാരി പാർക്കുകൾ ഉണ്ടാക്കാം. പല സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ തന്നെ വേറെയുണ്ട്, ലോകത്താകമാനമുള്ള സഫാരി പാർക്കുകൾ ഉണ്ടാക്കി നമുക്കിത് മാനേജ് ചെയ്യാം. അപ്പോൾ അത്തരം ഒരു ആലോചനയും നമ്മൾ നടത്തുന്നില്ല. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ്. പല സംസ്ഥാനങ്ങളിലെയും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എത്തിയിരിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും അസമിലും മഹാരാഷ്ട്രയിലുമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് വലിയ ഒരു ജീവിത പ്രശ്നമായി മാറിയതിനു ശേഷവും ഭരണകൂടം അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് പ്രശ്നം. അതുകൊണ്ട്
എല്ലാവരും ചോദിക്കും ഈ ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന്. കൊല്ലുന്നതിന് മുമ്പുള്ള ഓപ്ഷൻ ശരിയായി നിർവഹിക്കുന്നില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വിമർശിക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടമ്പുഴ എന്നൊരു സ്ഥലമുണ്ട് എറണാകുളം ജില്ലയിൽ. അവിടുന്ന് നിരന്തരമായി കേൾക്കുന്നു വന്യജീവി ശല്യം. അവിടുത്തെ എന്നാൽ ഫെൻസിങ് ഏർപ്പാടുകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ പോയാൽ അത് പൂർണ്ണമായ തോതിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചപ്പോഴാണ് വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഒരു ഫോക്കസ് ഇഷ്യൂ കേരളത്തെ സംബന്ധിച്ചുകൊണ്ട്. പക്ഷേ നമ്മുടെ 222 തദ്ദേശ സ്ഥാപനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വനം അതിർത്തി ഇപ്പോൾ 200-ലധികം തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഫെൻസിങ് ഏർപ്പാടാക്കുന്നതിന് ഗവൺമെൻറ് വലിയ പൈസ ചിലവൊക്കെ വേണ്ടിയിരുന്നതാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഒരു ഹ്രസ്വകാല പദ്ധതി, ദീർഘകാല പദ്ധതിയൊക്കെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതാണ്. ഗവൺമെൻറ് പക്ഷേ പരിഗണിക്കുകയോ നമുക്ക് പൈസ തരുമോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണണം. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, ഈ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കണക്കുണ്ടാക്കുകയും ആ കണക്കിനകത്ത് അനുസരിച്ച് കുറയ്ക്കാനൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ആലോചിക്കാനും വേണ്ടത്. ഇനി ഒരു രക്ഷയില്ല. ട്രാൻസ്ലൊക്കേഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഈ ഫെൻസിങ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അകത്ത് ഇവയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന പോസിബിൾ അല്ല. അതിന് പോസിബിൾ അല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? എണ്ണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. കടുവകൾക്കൊക്കെ ഇത്ര കിലോമീറ്ററോ 20 സ്ക്വയർ കിലോമീറ്ററോ 25 സ്ക്വയർ കിലോമീറ്റർ വേണം ഒരു കടുവയ്ക്ക്. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടി എന്ത് ചെയ്യും? ഇന്നലത്തെ കടുവ ചത്തത് ഇൻഫൈറ്റിലാണെന്ന് പറയപ്പെടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണത്തിൽ. അപ്പോൾ അതിനെ പിന്നെ കുറയ്ക്കേണ്ടി വരും. ലോകത്ത് പലയിടത്തും കുറയ്ക്കുന്നുണ്ട്. ലോകത്ത് പലയിടത്തും അവിടുത്തെ രാജ്യങ്ങളിലെ വിശിഷ്ട ജീവികളായി പരിഗണിക്കപ്പെടുന്നവർ പോലും കങ്കാരുക്കളെയൊക്കെ ഈ പോലെ വെടിവെച്ച് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറയ്ക്കാതെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ പാരസ്പര്യം ഉറപ്പാക്കുന്നതിന് എല്ലായിടത്തെയും നമ്പർ ഒരു ഘടകമാണ്. പിന്നെ ഓഫ് കോഴ്സ് മനുഷ്യൻ്റെ എണ്ണം കൂടുന്നുള്ള ഒരു ഘടകമാണ്. മനുഷ്യർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കയറി പാർക്കുന്നു. മനുഷ്യർ കൂടുതൽ വിഭവ സമാഹരണത്തിന് വേണ്ടി പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് നടത്തുന്നുണ്ട്. അതിനെല്ലാം നമുക്ക് കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും പാർപ്പിടങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും വിഭവങ്ങൾ ഒരുപോലെ എടുക്കാനുള്ള അവകാശമുണ്ടെന്നിരിക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ യൂസേജ് പല സ്ഥലത്തും കൂടും, നമ്മൾ താമസിക്കുന്ന സ്ഥലവും കൂടും. വയനാട്ടിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളല്ല. നമ്മൾ ഈ ഭൂകമ്പങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ വനത്തിന് പ്രദേശത്തെ ആക്രമണങ്ങൾ കാണുന്നു. എല്ലായിടത്തും മനുഷ്യർക്ക് താമസിക്കാൻ അത്രയും പറ്റുന്ന സ്ഥലമല്ല. പക്ഷേ അവരെല്ലാം അവിടെ പോകും. നമുക്ക് താമസിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്ക് താമസം ഉറപ്പാക്കുകയും സുരക്ഷിതമായ താമസം, ഒപ്പം നമ്മുടെ കൃഷി, കർഷകർ, ഇവരുടെ എല്ലാം സംരക്ഷണം ഉറപ്പാക്കാൻ ശാസ്ത്രീയമായി എന്ത് ചെയ്യാൻ കഴിയും, അതിന് പോസിബിളായ എന്തെല്ലാം ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ നിന്നൊരു സ്റ്റഡി നടത്തുക, അതിനനുസരിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ കൊല്ലപ്പെടുന്നവർക്കെല്ലാം ഞങ്ങൾ സമയബന്ധിതമായി നഷ്ടപരിഹാരത്തോടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ആശ്രിത നിയമനം കൊടുക്കുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഇവിടുത്തെ ഫോക്കസ്. സത്യത്തിൽ അതല്ല വേണ്ടത്. ഈ ആനയും പുലിയും കടുവ ഇറങ്ങി വരുന്നത് തടയാൻ, ഇനിയിപ്പോൾ നമുക്ക് തടയാൻ കഴിയില്ലെങ്കിൽ വരുന്നവയെ നേരിടാൻ നമുക്ക് സംവിധാനം ഉണ്ടാവണം. യെസ്, അതാണ്. മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കേണ്ടത് മനുഷ്യജീവന് തന്നെയാണ്. മനുഷ്യജീവന് ഭീഷണിയായിക്കൊണ്ട് നിർബാധം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ തടയാൻ, അത് ഇല്ലാതാക്കാൻ കൃത്യമായ പദ്ധതികൾ നമുക്ക് വേണം. അത് വന്യജീവികളുടെ എണ്ണം കുറച്ചിട്ടാണെങ്കിൽ അങ്ങനെ.